പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തോ അതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും നടന്നേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിന്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ്, അറിയിച്ചത് ഇപ്പോഴാണ്. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിയമത്തിന്റെ വഴിയുമായിട്ട് മുന്നോട്ട് നീങ്ങും. രാഹുലിന്റെ ചെയ്തികൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ഉണ്ടാക്കിയോ? കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ പാർട്ടി എന്താണ്? പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും തകരില്ല. പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി CPM-നെ പോലെയല്ല. കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും. രാഹുലിനെ സംരക്ഷിച്ചു വന്നിരുന്ന യുവ നേതാക്കളും ഇപ്പോൾ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും രാഹുലുമായിട്ട് നല്ല സൗഹൃദമുള്ളവരും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുള്ള സ്നേഹബന്ധങ്ങളുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട്. അവരെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെല്ലാം തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. രാജിവെക്കുന്നതാണ് നല്ലത്. അത് പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. ശരി. യെസ്, സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് പ്രതികരണമാണ് പറയുന്നത്. എന്തായാലും കോടതി തീരുമാനം വരാൻ കാത്തിരുന്ന കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു എന്ന നിലപാട് അറിയിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കോടതി തീരുമാനം വന്നു മാധ്യമങ്ങളിലൂടെ വാർത്ത അറിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് മുൻകൂർ തയ്യാറാക്കി വെച്ചിരുന്ന ആ റിലീസ് അവർ പുറത്തുവിടുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഇതിലുള്ള ഒരു പ്രത്യേകത, MLA സ്ഥാനം രാജിവെക്കാനുള്ള ആവശ്യം കോൺഗ്രസ് ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ല. രാജിവെക്കുന്നതാണ് ഉചിതം. ഇതാണ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ. ഡാൻ കുര്യൻ നോക്കുക, സാധാരണ രീതിയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിനോടൊപ്പം MLA സ്ഥാനം രാജിവെക്കണമെന്ന റിലീസിൽ ഒരു വാക്കെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടത് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോഴും രാഹുലിന് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ്യത കോൺഗ്രസ് കാണുന്നുണ്ടോ? സണ്ണി ജോസഫിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലും ഉയർന്നു വന്ന ഡാൻ തുടരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഗൗരവം എത്ര കണ്ട് ഉള്ളതാണ് എന്ന ബോധ്യം ഈ പരാതികൾ ഉയർന്നു വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നതാണ് വസ്തുത. അതായത് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തിരിച്ചടി മുൻപിൽ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രതിച്ഛായ 10 മടങ്ങ് ഉയർത്താൻ കഴിയുമായിരുന്നു. ഈ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന സമയത്ത് തന്നെ അതിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളമാണ് എന്ന ബോധ്യമുള്ള പാർട്ടി നേതൃത്വത്തിന് അങ്ങനെ ഒരു കടുത്ത നടപടി അന്നേ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് കഴിയാതെ ഇരുന്നതിന് കൊടുക്കേണ്ടി വന്ന വലിയ വിലയാണ് കോൺഗ്രസ് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ ഏറ്റവും സുവർണമായ ഒരു അവസരം വോട്ടർമാർക്കിടയിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പല കോണുകളിൽ നിന്നിങ്ങനെ അഭിപ്രായം ഉയരുന്നതിനിടയിൽ അതിലേക്കൊന്നും ചർച്ച കൊണ്ടുവരാൻ കഴിയാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തി ചെയ്ത തെറ്റിന് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരും നേതാക്കന്മാരും തെരുവിൽ മറുപടി പറയേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടിയെ എത്തിച്ചത് എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട പോലെ എടുക്കാൻ കഴിയാതിരുന്ന ഗതികേടാണ്. ആ ഗതികേടിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇത്രയധികം ദിവസങ്ങൾ പാർട്ടിയെ മുഴുവൻ, പാർട്ടി പ്രവർത്തകരെ മുഴുവൻ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് നടന്നുപോയ ഈ വിവാദങ്ങൾ. അതിനൊടുവിൽ ഉയർന്നു വന്ന പരാതികൾ ഗൂഢാലോചനയാണ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം, മുൻകൂർ ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട പരാമർശം, അത് മുഴുവൻ കോടതി തള്ളുന്നു. പ്രഥമ ദൃഷ്ട്യാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധിയായ ഡിജിറ്റൽ തെളിവുകൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ സമർപ്പിച്ച തെളിവുകൾ, അതൊന്നും വകവയ്ക്കാതെ പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച ഇതൊരു ഹാബിച്വൽ ഒഫൻഡറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകളാണ്, ഇതൊരൊറ്റപ്പെട്ട തെറ്റല്ല എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതിന്റെ വിജയം കൂടിയായി വേണം രാഹുൽ മാങ്കൂട്ടത്തിന് MLA എന്ന 3 അക്ഷരത്തിന്റെ ആ പദവി നൽകിയ പ്രത്യേകമായ പ്രിവിലേജ് പരിഗണന അതൊന്നും ഇല്ലാതെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഒടുവിൽ നിയമപരമായും രാഷ്ട്രീയമായും ഒരുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ എടുത്തു പറയുന്ന കാര്യം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇനി എത്ര വലിയ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നാലും
ഔദ്യോഗികമായി പാർട്ടിക്ക് ഇനി അതിന് മറുപടി പറയേണ്ടതില്ല എന്ന വലിയൊരു ആശ്വാസം പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. പക്ഷേ രാഹുലിനെ അനുകൂലിച്ചിരുന്ന വലിയൊരു വിഭാഗം സൈബർ അനുകൂലികളുണ്ട്. അവർ ഏത് തരത്തിലായിരിക്കും ഇനി ഇതിനോട് പ്രതികരിക്കുക എന്നതറിയില്ല. കാരണം സംഘടിതമായ സൈബർ ആക്രമണം, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ, രാഹുലിനെതിരെ നിലപാടെടുത്ത വനിതാ നേതാക്കൾക്കെതിരെ, സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ, അങ്ങനെ ആരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടുകളെ എതിർത്തോ അതിനെതിരെ നിലപാടുയർത്തിയോ അവർക്കൊക്കെതിരെ വളരെ സംഘടിതമായ ഭാഷയിലുള്ള സൈബർ ആക്രമണം അതിരൂക്ഷമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പരാതിക്കാർ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞ 27-ാം തീയതി വൈകുന്നേരം യുവതി പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ കടമെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇരയെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചത്. കാരണം പക്വതയില്ലാതെ രാഹുൽ എടുത്ത പല ഇടപെടലുകളും തീരുമാനങ്ങളുമാണ് ഒടുവിൽ പ്രകോപിതരായ ഇരകളെ പൊതുവിൽ വന്ന് പരാതി പറയുന്ന തരത്തിലേക്ക്, പാർട്ടിക്ക് പരാതി അയക്കുന്ന തരത്തിലേക്ക്, സംസ്ഥാന മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി കൈമാറുന്ന തരത്തിലേക്കൊക്കെ സാഹചര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ഇപ്പോൾ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം അവസാന നിമിഷം വരെ കോൺഗ്രസ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ആക്ഷേപമുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും സത്യമേവ ജയതേ എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം തന്നെ വരും. ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ്, വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇപ്പോൾ കോടതി തന്നെ അങ്ങനെയല്ല എന്നുള്ള ആദ്യ സൂചന നൽകിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞ അത്രയും വിഷമത്തോടുകൂടി ഞാൻ പറഞ്ഞുപോയൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അത്രയും വിഷമമുണ്ട്. പക്ഷെ എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൻ്റെ ഒരു കാരണമായി, ഒരു നിമിത്തമായി എന്നുള്ളതിൽ അത്യന്തം ആനന്ദമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഏറ്റവും കൂടുതൽ KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. തീരുമാനം നേരത്തെ എടുത്താണോ? ഇതിനുവേണ്ടി കോടതി വിധി വരാൻ കാത്തുന്നതാണോ? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണല്ലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതും. അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം AICC അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് ഓരോ പേരുകളെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആ സംഭവങ്ങളിലൊന്നും ആരും എടുക്കാത്ത ഏറ്റവും ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാന്നാണ് മറ്റൊരു പുതിയ ആരോപണം KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം അത് പോലീസ് DGPക്കാണ് അയച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂഴ്ത്തി വെക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും നേതാക്കന്മാരോട് ഡിസ്കസ് ചെയ്യരുത്. അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം 1-2 മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് DGP, പോലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPM-ൻ്റെ ഇല്ല, അപ്പോൾ അവർ ഭരിക്കുന്ന അന്വേഷണം